തിരുവണ്ണാമലയുണ്ട്. ഇങ്ങനെയുള്ള ഇടങ്ങളിലൊക്കെ UDF-നും ശക്തി കേന്ദ്രങ്ങൾ കൂടിയാണ്. അവിടെ എത്തുമ്പോൾ UDF-ന്റെ മേധാവിത്വം ഉണ്ടായാൽ അതിനെ മറികടക്കുന്ന ലീഡ് നില ഇപ്പോൾ തന്നെ ഇടതു സ്ഥാനാർത്ഥിക്ക് ഉറപ്പുവരുത്തേണ്ടതുണ്ട്. അതിന് കഴിഞ്ഞിട്ടുണ്ടോ എന്നത് ഈ ചിത്രം അത് മതിയോ എന്ന ചോദ്യം ഉണ്ടാവുന്നു. 1016 പാലക്കാടിന്റെ ചിത്രം. ഓർക്കുക, 7ാം റൗണ്ടിൽ വരെ നഗരസഭാ മേഖലകൾ എണ്ണുന്നു. 7ാം റൗണ്ടിന് ശേഷം 7ാം റൗണ്ടും 8ാം റൗണ്ടിന്റെ പകുതിയുമുണ്ട്. 8 ബൂത്തുകൾ കൂടി 8ാം റൗണ്ടിൽ നഗരസഭ തന്നെയാണ് എത്തുന്നത്. പിന്നെയാണ് പിരായിരി പഞ്ചായത്തിലേക്ക് കടക്കുന്നത്. അതാണ് ഏറ്റവും സസ്പെൻസ് ആയിട്ട്. അവിടെ ബിജെപിക്ക് പ്രതീക്ഷയ്ക്ക് വകയില്ല. അവിടെ UDF LDF അവിടെ LDF-നെ മറികടന്ന് എത്രത്തോളം വോട്ടുകൾ കൂടുതൽ നേടാൻ UDF-ന് കഴിയുമെന്നുള്ളതാണ്. പക്ഷെ അതിനു മുൻപ് ഈ 106 ബൂത്തുകൾ പൂർത്തിയാകുമ്പോൾ എത്രയായിരിക്കും BJP-യുടെ ലീഡ്? അതാണ് അറിയുവാനുള്ളത്. അതാണ് പാലക്കാടിന്റെ വിധി നിർണ്ണയിക്കാൻ. അതായത് നഗരസഭാ മേഖലയുടെ കൗണ്ടിംഗ് പൂർത്തിയായി കഴിഞ്ഞാൽ പിന്നെ BJP-യുടെ കയ്യിലല്ല കളി. എതിർചേരിയുടെ വോട്ടുകളുടെ സമാഹരണം അനുസരിച്ചിരിക്കും BJP-യുടെ സാധ്യത. അതുകൊണ്ട് ആദ്യ 7.5 റൗണ്ട് കൃത്യമായി അങ്ങനെ പറയാം. 7.5 റൗണ്ട് പൂർത്തിയാകുമ്പോൾ BJP-ക്ക് പരമാവധി ലീഡ് നിലനിർത്തണം. എന്നാൽ മാത്രമേ ന്യൂനപക്ഷങ്ങൾ അധികമുള്ള പിരായിരി പോലെയുള്ള മേഖലകളിലെ തിരിച്ചടികൾ എത്ര ഉണ്ടായാലും അത് മറികടക്കാൻ കഴിയുന്ന ശേഷി ആദ്യം തന്നെ സമാഹരിച്ചു വെക്കണം. പിന്നീട് കണ്ണാടിയുണ്ട്, മാത്തൂരുണ്ട്. ഈ മേഖലകളിലൊക്കെ BJP-ക്ക് താരതമ്യേന വോട്ടുകൾ ഉണ്ടെങ്കിൽ കൂടിയും LDF 2000-3000 വോട്ടിനാണ് BJP പിന്നിൽ പോകുന്നത്. എങ്കിൽ പോലും ഇവിടെ പാലക്കാട് നഗരസഭയിൽ പരമാവധി വോട്ടുകൾ കളക്ട് ചെയ്ത് വെച്ചാൽ അത് മറികടക്കുവാൻ ഈ പറയുന്ന കണ്ണാടിയിലും മാത്തൂരിലും കിട്ടുന്ന അത്രയും വോട്ടുകളെ ഉള്ളൂ എങ്കിൽ പോലും അത് മതിയാകും BJP-ക്ക്. പക്ഷേ ഇപ്പോഴത്തെ ചിത്രം അങ്ങനെയല്ല സൂചന നൽകുന്നത്. പക്ഷേ 4ാം റൗണ്ട് വരട്ടെ. 4-5 റൗണ്ടുകളിൽ എന്തായിരിക്കും സംഭവിക്കുക എന്ന് നോക്കാം. 1016 വോട്ടുകൾക്കാണ് നിലവിൽ പാലക്കാട് C. കൃഷ്ണകുമാർ BJP ലീഡ് ചെയ്യുന്നത്. 1016 വോട്ടുകൾക്കാണ് ലീഡ് ചെയ്യുന്നത്. BJP അവകാശപ്പെട്ടതുപോലെ 7 റൗണ്ടുകളുടെ അവസാനം 6-7 റൗണ്ടുകളുടെ പ്രധാനമായ മേഖലകളിൽ ഞങ്ങളുടെ കനത്ത പോളിംഗ് നടന്ന ഇടങ്ങളുണ്ടെന്ന് അവർ അവകാശപ്പെട്ടു. അവിടെ 1000-ലേറെ വോട്ടുകൾ പോൾ ചെയ്ത പോളിംഗ് ബൂത്തുകൾ വരെയുണ്ട്. 1300 വരെ പോൾ ചെയ്ത ബൂത്തുകളുണ്ട്. അത് സ്ട്രോങ് ഹോൾഡ് എന്ന് പറയുമ്പോൾ അവിടെ നിന്ന് പരമാവധി വോട്ടുകൾ നേടാൻ കഴിയുമെന്നുള്ള BJP-യുടെ ആ ആത്മവിശ്വാസമുണ്ടല്ലോ, അത് വിജയിച്ചിട്ടുണ്ടോ എന്നാണ് കാണേണ്ടത്. അതാണ് 1016 വോട്ടുകൾ എന്ന ആദ്യ റൗണ്ടുകളുടെ ചിത്രം. 7ാം റൗണ്ടിലേക്ക് എത്തുമ്പോൾ വലിയ ഭൂരിപക്ഷമായി നിലനിർത്താൻ കഴിയുമോ? അത് കഴിയുമെന്ന് BJP ആവർത്തിക്കുന്നു. C. കൃഷ്ണകുമാറിന്റെ അടക്കമുള്ള വാദം അങ്ങനെയാണ്. അങ്ങനെ സംഭവിച്ചാൽ BJP-യുടെ പ്രതീക്ഷകൾക്ക് ഇനിയും ശക്തി ഉണ്ടാകും. അത് ഇനിയും മുന്നോട്ട് പോകും.